think let's start with understanding your motivation and if you could reveal a bit about the story of the film. Yes, sir, of course. Actually, ഇത് can I speak Malayalam? Because my audience is also Malayali. Yeah. That's it. ഇത് ആക്ച്വലി ഒരു നടന്നൊരു സംഭവമാണ്. അതിനെ ബേസ് ചെയ്തൊരു സ്റ്റോറിയാണ്. ആക്ച്വലി ബേസ്ഡ് ഓൺ റിയൽ ഇൻസിഡൻറ്റ്. इंस्पायर मैं इंस्पायर किया था ऐसा तो इधर एक डिस्ट्रिक्ट में केरला डिस्ट्रिक्ट में सॉरी सॉरी सर आपका पेज पे देखा तो हिंदी इंग्लिश आता है इसीलिए लेकिन ഓക്കെ അപ്പം മലയാളം ഇപ്പം ഇങ്ങനൊരു സിനിമയെ കുറിച്ച് ഒരു ആക്ഷൻ മൂവി എടുക്കുന്നതിനെ കുറിച്ചിട്ട് സത്യത്തിൽ ഇപ്പം ഇന്ന് നിങ്ങൾ ഈ കണ്ട സോങ് ഉണ്ടല്ലോ അത് ശരിക്കും എൻ്റെ ഒരു സോങ്ങാണ് ബിക്കോസ് ഞാൻ ഇതുപോലൊരു സോങ് ശ്രീനാഥ് ബാസിയുടെ ഒരു സോങ് ഞാനിങ്ങനെ കേട്ടോണ്ടിരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വന്ന ഒരു സ്പാർക്ക് ഒരു ഒരു വിഷ്വലാണ് ഇപ്പോൾ അതിനകത്ത് ആദ്യം നിങ്ങൾ കണ്ടത്. അതായത് ബാസി അവിടെ ഇരിക്കുന്നു. നായികയെന്ന് എനിക്കറിയില്ല, ബാസി മാത്രമേ എൻ്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. ബാസി ബീച്ചിലിരിക്കുന്നു, ഒരു പെൺകുട്ടി നടന്നു വരുന്നു. ഐ എം സോറി. അപ്പോൾ അവള് ഈ പെൺകുട്ടിയായിട്ട് ഇയാൾ ബൈക്കിൽ പോകുന്നു. അപ്പോൾ ആരോ ഒരാൾ ഒരു ടാറ്റാ സുമോയിൽ ഇരുന്നിങ്ങനെ നോക്കുന്നു, അയാൾ എന്തൊക്കെയോ സംസാരിക്കുന്നു. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ എന്താണ് സംഭവം എനിക്ക് അറിയില്ല. ആക്ച്വലി ഇതെന്താ എൻ്റെ മനസ്സിലിങ്ങനെ വന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതിന് ബേസ് തന്നെയാണ് ഈ സ്റ്റോറി. അല്ല, ഈ സോങ് ഞാൻ പറഞ്ഞപ്പോഴും രഞ്ജിൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ ഒരു സോങ് ആയിരിക്കണം കമ്പൽസറി. അതിൽ നിന്നാണ് ഈ സിനിമ ഉണ്ടാവുന്നത്. അപ്പോൾ ആ ആ ഒരു വിഷ്വല് എന്തുകൊണ്ടാണ് ഇങ്ങനെ ആലോചിച്ചിങ്ങനെ ഇരിക്കുമ്പോഴാണ് വൈപ്പിൽ നടന്ന ഒരു സംഭവം. എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ കണ്ട ഞാൻ ജനിച്ചതും വളർന്നതൊക്കെ ചെറായിലാണ്. വൈപ്പിൽ ചെറായി എന്ന് പറഞ്ഞ ആ ഒരു തീരദേശ ഗ്രാമത്തിൽ ജനിച്ച ആളാണ്. അപ്പോൾ അവിടെ ഞാൻ കണ്ട കുറച്ച് എന്താ പറയുക SSLC-ക്കൊക്കെ പഠിക്കുന്ന സമയത്ത് എൻ്റെ തൊട്ട് ഫ്രണ്ടിൽ വൈകുന്നേരം ആകുമ്പോൾ പിള്ളേരെ ലൈൻ അടിക്കാനായിട്ട് വരുന്ന ഒരു ചേട്ടനുണ്ട്, ബൈജു എന്ന് അദ്ദേഹത്തിൻ്റെ പേര്. അപ്പോൾ ഞങ്ങൾ ഗ്രൂപ്പായിട്ട് പുള്ളിയുടെ അടുത്ത് ഒരു സ്ട്രഗിളിന് തീരുമാനമെടുത്തു. കാരണം എൻ്റെ കൂട്ടുകാരൻ്റെ ഒരു പെൺകുട്ടിയാണ് ഇയാൾ പ്രണയിക്കാൻ ശ്രമിച്ചത്. അപ്പോൾ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് എനിക്ക് മനസ്സിലാവുന്നത് ഇദ്ദേഹമാണ് മുനമ്പത്തെ കൃഷ്ണൻ്റെ അനുജൻ ബൈജു. ഇവരെന്ന് പറഞ്ഞ വമ്പൻ ടീമാണ്. അവരുടെ സംസാരിക്കാനൊക്കെ പോയി കഴിഞ്ഞാൽ വീട്ടിൽ ഒരു പ്രശ്നം അടിയുണ്ടാകും, ഭയങ്കര ബഹളമാണ്, വലിയ ടീമാണ്, ഗുണ്ടകളാണെന്നൊക്കെ പറയുന്നു. അത് കഴിഞ്ഞ ശേഷം ഒരാഴ്ചയ്ക്ക് ശേഷമാണ് അഭിലാഷ് എന്നുള്ള ഒരാളെ ഞാൻ പരിചയപ്പെടുന്നത്. ഒരു വർക്ക്ഷോപ്പിൽ വെച്ചിട്ടാണ് ഞാൻ അദ്ദേഹത്തെ കാണുന്നത്. അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരൻ തന്നെ എന്നെ അദ്ദേഹത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്ത്, അല്ലെങ്കിൽ അയാളെ കുറിച്ചിട്ട് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത് ഇത് അഭിലാഷ് മുൻപത്ത് നമ്പർ 1 ഗുണ്ടയാണ് കേട്ടോ എന്നൊക്കെ പറഞ്ഞ ആ ഓർമ്മകൾ എൻ്റെ മനസ്സിലിങ്ങനെ വന്നു. ഈ പാട്ട് ഞാൻ ചിന്തിക്കുന്ന സമയത്തുണ്ടായ കേസാണ് ഈ പറയുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് അതിനെ ഇൻസ്പയർ ചെയ്തുകൊണ്ടിട്ടായിരുന്നു പിന്നീട് ഞാൻ ഈ കഥ ബിൽഡപ്പ് ചെയ്തത്. അപ്പോൾ ഒരു ആക്ഷനിൽ ഏറ്റവും നല്ല ഫ്ലോട്ട് ഇത് തന്നെയാണെന്ന് ഞാൻ അന്ന് തീരുമാനിച്ചിരുന്നു. ഇപ്പം ഇതിനകത്ത് സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരു ദിവസം ഏകദേശം 2004 കാലഘട്ടത്തിലാണ് ഈ സംഭവം നടക്കുന്നത്. ഞാനൊരു ദിവസം പറവൂര് എന്ന് പറഞ്ഞിട്ടുള്ള ഏകദേശം ഈ പറഞ്ഞ ചെറായിൽ നിന്ന് 1 കിലോമീറ്റർ ഡിസ്റ്റൻസിലുള്ള പറവൂർ എന്നുള്ള സ്ഥലത്ത് നിന്ന് തിരിച്ച് എൻ്റെ അമ്മയുണ്ട് എൻ്റെ കൂടെ. ഞങ്ങൾ വന്നിട്ട് ചെറായി പാടം അവിടെ തന്നെയാണ് ഞാൻ ഷൂട്ട് ചെയ്തിരിക്കുന്നതും, അത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഈ ചെറായി പാടത്ത് വണ്ടിയെല്ലാം ബ്ലോക്കായി. അങ്ങനെ ഞാൻ ബാക്ക് സീറ്റിലാണ് ഇരിക്കുന്നത്. ഞാൻ ബാക്കിൽ കൂടെ നടന്ന് ഫ്രണ്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ ആരോ പറയാണ് അഭിലാഷ് കൊല്ലപ്പെട്ടു, അഭിലാഷിനെ വെട്ടിക്കൊന്നിട്ടിരിക്കുകയാണ്, അതാണ് ഈ ബ്ലോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അന്ന് അവിടെ തോന്നി എൻ്റെ ഫേസിലുള്ള ഒരു എക്സ്പ്രഷൻ ഇല്ലേ, അതാണ് പൊങ്കാല സിനിമ. അപ്പോൾ ആ ഒരു എക്സ്പ്രഷനാണ് അന്ന് എനിക്കുണ്ടായ ഞെട്ടലാണ്. എനിക്ക് ഇങ്ങനൊരു സംഭവം എന്തുകൊണ്ടാണ് ഈ സോങ് എൻ്റെ മനസ്സിൽ വന്നതെന്ന് പോലും എനിക്ക് അറിഞ്ഞൂടാ. എല്ലാവർക്കും അറിയാം ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്തൊരു സിനിമയാണ് പൊങ്കാല. ഈസി ആയിട്ട് ഉണ്ടായ ഒരു സിനിമയല്ല. ഒരു 6 ഷെഡ്യൂൾ എടുത്തിട്ടാണ് ഞാൻ ഈ സിനിമ തീർത്തത്. ഒരു മനുഷ്യനെ കൊണ്ട് താങ്ങാൻ പറ്റാതെ ഒരുപാട് പരിധികളില്ലാത്ത പ്രശ്നങ്ങൾ ഞാൻ സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഞാൻ ഇപ്പോൾ ഇവിടെ എത്തിയത്. അപ്പോൾ എന്താണ് എനിക്കറിയില്ല, ഈ സിനിമയ്ക്ക് ഒരു സത്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം നിങ്ങൾക്ക് ഈ സോങ് കണ്ടപ്പോഴും അതുപോലെ ഒരു ഫീൽ തോന്നിക്കാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അത് തന്നെയാണ് ടോട്ടലി സിനിമ പൊങ്കാല. That's all, sir. I will explain to you later. Sorry. That's okay. It's your passion, it's your baby, it's your day to it says it's a musical, so I want you to talk about your collaboration. How many songs and how much 5-6 songs. how much does music matter to you, because you've called it a musical? എല്ലാവർക്കും നമസ്കാരം. എല്ലാവരോടും നന്ദി ഇവിടെ എത്തിച്ചേർന്നതിന്. നമ്മുടെ ഈ ഒരു ഇവൻറ്റിൽ എല്ലാ മീഡിയക്കാർക്കും ആദ്യം നന്ദി അറിയിക്കുന്നു. ഇവിടെ കൂടിയ എല്ലാ ആൾക്കാരോടും താങ്ക്സ് അറിയിക്കുന്നു. പിന്നെ സർ, ഇറ്റ്സ് എ ഗ്രേറ്റ് എക്സ്പീരിയൻസ് ഫോർ മീ ടു ലിസൺ മൈ സോങ് ഇൻ അറ്റ്മോസ് ഫോമാറ്റ്.
അത് എനിക്ക് എന്താ പറയുക, ഇതൊരു നമ്മളിതിന് മുന്നേ ഇറങ്ങിയ ഫസ്റ്റ് സോങ് എന്ന് പറഞ്ഞ ഒരു അടിപ്പാട്ടാണ്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഫുൾ അടിപ്പാട്ടാണ്. ആ പാട്ടൊക്കെ അറ്റ്മോസ്ഫിയർ കൊടുത്തു കഴിഞ്ഞാൽ അവർക്കും വർക്ക് ചെയ്യാൻ കുറേ കാര്യങ്ങളുണ്ട്. പക്ഷെ നമ്മൾ എന്തുകൊണ്ട് ഈ സോങ് ചൂസ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതാണ് ബിനിൽ ഭായി പറഞ്ഞ പോലെ പൊങ്കാലയുടെ സോൾ എന്ന് പറയുന്നത്. സിനിമയായിട്ട് ഏറ്റവും അധികം കണക്ട് ചെയ്ത് നിൽക്കുന്ന, അല്ലെങ്കിൽ സിനിമയുടെ ഉള്ളിൽ പറയാൻ ശ്രമിക്കുന്ന കഥയുമായിട്ട് ഏറ്റവും അധികം വേണമെങ്കിൽ എന്തൊരു ആക്ഷൻ ഡ്രാമയാണെങ്കിലും ഒരുപാട് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ടീസറും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൺവേ ചെയ്ത എല്ലാ മൂഡും ആ സിനിമയിലുണ്ട്, ഡെഫിനറ്റ്ലി ഉണ്ട്. പക്ഷെ അതോടൊപ്പം തന്നെ വളരെ സീരിയസ് ആയിട്ട് പറയുന്ന ഒരു ഒരു ലെയർ അതിലുണ്ട്. ബിനിൽ ഭായി പറഞ്ഞ പോലെ സത്യമുള്ള ഒരു ലെയർ അതിലുണ്ടെന്ന് പലപ്പോഴും ഫീൽ ചെയ്യാറുണ്ട്. കാരണം നമ്മൾ പ്രതീക്ഷിതല്ല ഇങ്ങനൊരു സോങ്ങിന്റെ ലോഞ്ച് ഇവിടെ ഇങ്ങനെ നടക്കുന്ന, പ്രതീക്ഷിതല്ല. ഇത് എല്ലാം വന്ന് സംഭവിക്കുന്നതാണ്. ഞങ്ങളിപ്പോൾ ലാസ്റ്റ് ഇറങ്ങിയ പള്ളത്തി മീനെ പോലെ എന്ന് പറഞ്ഞ ഹനാൻ പാടിയ പാട്ട്, ആ പാട്ട് ലോഞ്ച് ചെയ്ത് ദുബായിലായിരുന്നു. അതിനും ഗ്രേറ്റ് റെസ്പോൺസ് ആയിരുന്നു GCCയിലും പിന്നെ നിങ്ങൾ എല്ലാവരുടെയും ഭാഗത്ത് നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നും അത് ട്രെൻഡിങ് ആയിട്ട് ഇൻസ്റ്റാ മ്യൂസിക്കിലും എല്ലായിടത്തും ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നു ആ സോങ്. 40 lakhs ആയിരുന്നു. അതെ, അത്രയും വ്യൂസ് വിത്തിൻ ഡേയ്സ് അത് എത്തി. ഈവൻ ലിറിക്കൽ വീഡിയോനാണെന്നും കൂടെ ആലോചിക്കണം. അപ്പൊ അങ്ങനെ ഒരു വലിയൊരു സന്തോഷം ആ പാട്ടിന് കിട്ടി. നമ്മുടെ അടിപ്പാട്ടിന് ഡെഫിനറ്റ് ആയിട്ടും പൊങ്കാലിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന എല്ലാം ആ പാട്ടിലുണ്ട്. അപ്പോൾ അതിൽ എനിക്ക് ഇംബാച്ചെ ഫീച്ചർ ചെയ്യാൻ പറ്റി നമ്മുടെ റാപ്പ് സോങ്ങിൽ. അതേപോലെ തന്നെ ഹനാൻ ഷാ, ഇപ്പോഴത്തെ മോസ്റ്റ് ട്രെൻഡിങ് സിംഗർ ആയിട്ടുള്ള ഹനാൻ ഷാ വളരെ സപ്പോർട്ടോടുകൂടെ നമ്മുടെ കൂടെ നിന്നവും പാടി, പ്രൊമോഷൻസിനും ലോഞ്ചിനൊക്കെ വന്ന് അവിടെയും പാടി എല്ലാ ആൾക്കാരെയും വളരെയധികം എക്സൈറ്റിപ്പിച്ചു. അപ്പൊ അങ്ങനെ ഒരുപാട് ഭാഗ്യം ലഭിച്ച ഒരു പടമാണ്. അപ്പൊ ഇങ്ങനൊരു ഈ പാട്ട് എൻ്റെ ഈ സിനിമയിൽ ചെയ്ത എല്ലാ പാട്ടും വളരെ സ്നേഹത്തോടെ തന്നെ ഒരു കുഞ്ഞിനെ പോലെ താലോലിച്ചിട്ട് തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. അത് ചിലത് ഹിറ്റാവും, ചിലത് ഹിറ്റാവില്ല. സിനിമ ഹിറ്റാവുമ്പോൾ പാട്ട് സംസാരിക്കും, സിനിമ ഹിറ്റായാലും പാട്ട് സംസാരിക്കില്ല. പല പല പടങ്ങളും ഞാൻ ചെയ്തത് ചെറിയ പടങ്ങളാണ്. അത് ഈ പാട്ടുകൾക്ക് ഇമ്പോർട്ടൻസ് ഉണ്ടെങ്കിലും ആ പാട്ട് നിങ്ങളിലേക്ക് എത്തിയെന്ന് വരില്ല. അതുകൊണ്ട് തന്നെ പടം ഇറങ്ങി 5 കൊല്ലം കഴിഞ്ഞിട്ട് ഇൻസ്റ്റേ ട്രെൻഡിങ് ആയി പോയിക്കൊണ്ടിരിക്കുന്ന മിനിമം ഒരു 10 പാട്ട് എൻ്റെ ഉണ്ട്. അപ്പോൾ അത് പാട്ടിൽ അത്രയും ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതുകൊണ്ടും അത്രയും സത്യസന്ധമായിട്ട് പാട്ട് ചെയ്യുന്നത് കൊണ്ടാണെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെയാണ് എന്നെ എൻ്റെ ഗുരുക്കന്മാരാണെങ്കിലും എൻ്റെ പാരൻസ് ആണെങ്കിലും പഠിപ്പിച്ചു തന്നിട്ടുള്ളത് അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ കലയിൽ കള്ളത്തരം മിക്സപ്പ് ചെയ്യാത്തത് കൊണ്ട് പലപ്പോഴും ഇത്തരം നല്ല വേദികൾ എനിക്ക് ലഭിക്കാറുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ നന്ദി പറയേണ്ടത് അറ്റ്മോസ് ടീമിനോടാണ്. ഇന്നത്തെ ഇവന്റ് ഇത്രയും ഗംഭീരമായിട്ട് കണ്ടക്ട് ചെയ്ത കരൺ സാറിനോടും അറ്റ്മോസ് ടീമിനോടും കംപ്ലീറ്റ്ലി കോർഡിനേറ്റ് ചെയ്യുന്നത് ഉമേഷ് സാറാണ്. അദ്ദേഹം നന്നായിട്ട് ഈ പാട്ട് ആക്ച്വലി ഞാൻ മിക്സ് ചെയ്ത് കഴിഞ്ഞ് ഞങ്ങളുടെ സ്റ്റീരിയോ ട്രാക്കിന്റെ മൾട്ടി ട്രാക്സ് ആണ് ഞാൻ അദ്ദേഹത്തിന് കൊടുത്തത്. അദ്ദേഹമാണ് അവരുടെ ടീമാണ് ഇരുന്നിട്ട് ഈ പാട്ടിനെ ഒരു അവസ്ഥയിലേക്ക് അറ്റ്മോസ്ഫിയർ കേൾപ്പിക്കാവുന്ന രീതിയിലേക്ക് എത്തിച്ചത്. വളരെ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് ചേട്ടാ. താങ്ക് യു സോ മച്ച്. ഈവൻ റിതം സൈഡ് ആണെങ്കിലും എനിക്ക് ഞാൻ ചെയ്തു വെച്ചതിൽ നിന്നും ഒരുപാട് മാറ്റങ്ങൾ, അറ്റ്മോസിൻ്റെതായ മാറ്റങ്ങൾ, എവിഡന്റ് ആയിട്ടുള്ള മാറ്റങ്ങൾ കേൾക്കാൻ സാധിച്ചു. കാരണം ഈ പാട്ട് ചെയ്യാനാണ് കഷ്ടം. കാരണം മിനിമൽ ആണ് ഈ ട്രാക്സ്, ഒരുപാട് ലെയേഴ്സ് ഇല്ല. അപ്പൊ അതിനെ പ്രോപ്പർലി എവിടെയൊക്കെ കൊണ്ട് പ്ലേസ് ചെയ്യണം എന്നുള്ളത് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യമാണ്. അല്ലെങ്കിൽ ആ തോട്ടിലേക്ക് എത്താനോ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യം. അവിടെ ചേട്ടൻ എത്തിയിട്ടുണ്ട് കൃത്യമായിട്ട്, വിതൗട്ട് ലൂസിങ് ദി സോൾ ഓഫ് മൈ സോങ്. അപ്പൊ അതുകൊണ്ട് തന്നെ താങ്ക് യു സോ മച്ച്. ഈ പാട്ട് പാടിയിട്ടുള്ളത് അഭയ് ജോധ്പൂർക്കർ ആൻഡ് സിത്താരയാണ്. അഭയ് എനിക്ക് തോന്നുന്നു കുറെ നാൾക്ക് ശേഷമാണ് മൂങ്കിൽ തോട്ടം പോലെയുള്ള പാട്ടിൽ പാടിയ വ്യക്തിയാണ്. മലയാളത്തിൽ അധികം ട്രാക്സ് പാടിയിട്ടില്ല, പാടിയതൊക്കെ പക്ഷെ നല്ല ട്രാക്കുകളാണ്. അപ്പൊ അഭയിനെ റീ എൻട്രിപ്പിക്കാൻ ഈ പാട്ടിലൂടെ സാധിച്ചിട്ടുണ്ട്. കൂടെ സിത്താരയാണ് പാടിയിട്ടുള്ളത്. അപ്പോൾ അവരും വളരെ ആത്മാർത്ഥമായിട്ട് പാടി തന്ന ഒരു പാട്ടാണ്. റഫീഖ് അഹമ്മദ് സാറാണ് വരികൾ എഴുതിയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ എന്താ പറയാ റഫീഖ് ദായിൽ നിന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന എല്ലാ ഡയമെൻഷൻസും ഈ പാട്ടിലുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൂടാതെ ഉറപ്പായിട്ടും ഞാൻ പറയാറുണ്ട്, സന്തോഷത്തിലും സങ്കടത്തിലും പ്രണയത്തിലും പ്രണയ നൈരാശ്യത്തിലും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന പാട്ടായിരിക്കും ഈ പാട്ട്. എന്നാൽ എൻ്റെ വിശ്വാസം ആ കോംപ്ലക്സിറ്റീസ് ആ പാട്ടിനുള്ളിലുണ്ട്. 100% ഞാൻ പറയും. അത് നിങ്ങളെ ഇന്നും നാളെയും 10 കൊല്ലം കഴിഞ്ഞാലും നിങ്ങൾ ഈ പാട്ട് നിങ്ങളെ തലോടും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ അതുകൂടാതെ ഈ പാട്ട് നിങ്ങളിലേക്ക് എത്തിച്ച ഓഡിയോ ലേബൽ മ്യൂസിക് 24/7, നല്ല പാട്ടുകൾ കേട്ടാൽ മനസ്സിലാക്കാൻ ഉള്ള ബോധമുള്ള ഓഡിയോ ലേബൽസ് നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ മാത്രമേ നല്ല പാട്ടുകൾ പുറത്തേക്ക് കൊണ്ടുവരാൻ മ്യൂസിക് കമ്പോസേഴ്സിനും പറ്റുള്ളൂ. അതിൽ സമീർ വളരെ വലിയൊരു വ്യക്തിയാണ് എൻ്റെ കരിയറിൽ തന്നെ. കാരണം കർണൻ നെപ്പോളിയൻ ഭഗത് സിംഗ് എന്ന് പറഞ്ഞ സിനിമയുണ്ട്. ആ സിനിമ നിങ്ങൾ ആരും കണ്ടിട്ടുണ്ടാവില്ല, കാരണം അത് OTT പോലും ഇല്ല. പക്ഷെ അതിലെ പാട്ടുകൾ ഇന്ന് രാവിലെ പോലും ഞാൻ വരുമ്പോൾ റേഡിയോ മാംഗോയിൽ കേട്ടുകൊണ്ടാണ് ആ പാട്ട് വന്നത്.
അപ്പോൾ അത് പ്രോപ്പർലി അത് എത്തേണ്ട ഓഡിയൻസിലേക്ക് ഓഡിയോ ലേബൽസ് വർക്ക് ചെയ്ത് ആ പാട്ട് എത്തിച്ചത് കൊണ്ട് മാത്രമാണ് ആ പാട്ടൊക്കെ ഇന്നും കേൾക്കാനായിട്ട് സാധിക്കുന്നത്. സിനിമയുടെ വലുപ്പ ചെറുപ്പമൊന്നും നോക്കാതെയാണ് സമീർ എപ്പോഴും എനിക്ക് വേണ്ടി വർക്ക് ചെയ്തിട്ടുള്ളത്. അത് പൊങ്കാലയിലും അത് ഭയങ്കരമായിട്ട് എനിക്ക് ഹെൽപ്ഫുൾ ആയി. ലാസ്റ്റ് ഇറങ്ങിയ സുമതി വളവെടുത്തതും മ്യൂസിക് 24/7 ആയിരുന്നു. പൊങ്കാലയിൽ 5 പാട്ടുകളാണ് മേജറായിട്ടുള്ളത്. അപ്പോൾ സമീറിനോട് ഞാൻ ഈ ഒരു അവസരത്തിൽ മ്യൂസിക് 24/7 ടീമിനോടും ഞാൻ നന്ദി അറിയിക്കുന്നു. എല്ലാത്തിലും ഉപരി നല്ല പാട്ടുണ്ടാവണമെങ്കിൽ ഇദ്ദേഹത്തെ പോലെ പാട്ടിനോട് സ്നേഹമുള്ള സംവിധായകരുണ്ടാവണം. 100%. അത് സോൾ ഇല്ലാതെ ബിനിൽ ഭായ് ഒരു സംഭവവും അക്സെപ്റ്റ് ചെയ്യാറില്ല. അതിൽ സോൾ ഉണ്ടെങ്കിൽ അതിന്റെ ടെക്നിക്കാലിറ്റീസും സൗണ്ടിങ്ങും ഒക്കെ മറന്നുകൊണ്ട് അദ്ദേഹം അക്സെപ്റ്റ് ചെയ്യാറുമുണ്ട്. ഈ പാട്ട് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ ജസ്റ്റ് കീബോർഡിൽ ഫസ്റ്റ് തോന്നിയ ചില കോഡ്സ് മാത്രം പിടിച്ച് എൻ്റെ ശബ്ദം മാത്രം വെച്ചാൽ കൊടുത്ത് ആ ഒരു സോള് അദ്ദേഹം അതിന്റെ ഔട്ട്പുട്ട് മനസ്സിലാക്കി ഷൂട്ട് ചെയ്തുകൊണ്ടാണ് അത് ഇങ്ങനെ ഇരിക്കുന്നത്, കണക്ട് ചെയ്തിരിക്കുന്നത്. അല്ലാതെ ഫുൾ ഓർക്കസ്ട്രേഷൻ ചെയ്ത് തരണം എന്ന് പോലും അന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ അദ്ദേഹത്തിന് ആ സോള് കിട്ടിയിട്ടുണ്ടായിരുന്നു. ദാറ്റ് ഈസ് ദി ഓൺലി റീസൺ ഇപ്പം ഇങ്ങനെ കേൾക്കാനും കാണാനും ഈ പാട്ടായത്. താങ്ക് യു ബിനിൽ ഭായ് ഫോർ ദി സപ്പോർട്ട്. പിന്നെ നല്ലൊരു ടീമാണ് പൊങ്കാല എന്ന ടീം. പ്രൊഡ്യൂസേഴ്സ് അനിലേട്ടൻ, ജിത്തേട്ടൻ, ദീപു ബോസ്, ഇവരെല്ലാവരും വളരെ സപ്പോർട്ടീവായിട്ട് നിൽക്കുന്ന ഒരു ടീമാണ്. ഈ പറഞ്ഞ പോലെ മ്യൂസിഷ്യൻഷിപ്പ് ഉള്ള ആൾക്കാരാണ് ഇവര്. മ്യൂസിക് മനസ്സിലാവുന്ന ആൾക്കാരാണ്, മ്യൂസിക്കിനെ സ്നേഹിക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ നല്ല മ്യൂസിക് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇന്ദ്രിയത്ത് ഇവിടെ വന്നിട്ടുണ്ട്. ഇന്ദ്രിയത്ത് അവൻ നല്ലൊരു റോൾ ഈ പടത്തിൽ ചെയ്തിട്ടുണ്ട്. യാമി, ബാസിക്ക് എത്താൻ പറ്റിയില്ല, ബാബു രാജേട്ടനും എത്താൻ പറ്റിയില്ല. പക്ഷെ ഇവരുടെയൊക്കെ പെർഫോമൻസ് നിങ്ങൾക്ക് അടുത്ത് തന്നെ ഈ സിനിമയിലൂടെ കാണാൻ പറ്റും. താങ്ക് യു സോ മച്ച്. ഇവിടെ എത്തിയ എല്ലാ മീഡിയയോടും ഇവിടെ എത്തിയ ഓരോരുത്തരോടും ഒരിക്കൽ കൂടി നന്ദിയിരിക്കുന്നു. താങ്ക്സ് ടു കരൺ സർ ആൻഡ് എവ്രി വൺ ഹു അസോസിയേറ്റഡ് വിത്ത് ഡോൾബി. താങ്ക് യു സോ മച്ച് ഫോർ ഫീച്ചറിങ് അവർ സോങ് ഫോർ ദി ഫസ്റ്റ് ടൈം ഇൻ മലയാളം അല്ലേ. അത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യമാണ്. ഡോൾബി അറ്റ്മോസ് കേരളത്തിൽ വന്ന് ഫസ്റ്റ് ടൈം ഫീച്ചർ ചെയ്യുന്ന ഒരു സോങ് നമ്മുടെ സോങ്ങാണ്. അത് പൊങ്കാലയിലെ രാവിൻ്റെ എന്ന് പറയുന്ന സോങ്ങാണ്. അതൊരു വലിയ സന്തോഷമുള്ള കാര്യമാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. I think my question to Yami ma'am, you've experienced the song in a cinema and you got to experience it in a Mahindra XUV 300 which has no branded speakers. Okay, they're just 4 speakers in the car. And I want you to explain in Malayalam. Personally, you can explain me later. How was your experience about listening the same song in that car outside? ഫസ്റ്റ് ടൈം ആയിരിക്കും നമുക്ക് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് പ്രമോഷൻ വന്നിട്ട് കാറിലിരുന്ന് സോങ് കേൾക്കാൻ പറ്റണത്. അത് താങ്ക് യു സോ മച്ച് സർ. ഇപ്പം ഞാനായാലും എന്താ മ്യൂസിക്കിനെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഇപ്പം കാറിലാണെങ്കിൽ എല്ലായിടത്തും പോകുമ്പോൾ ഞാൻ ഒരു ഇയർഫോൺ ഉണ്ടാവും, ഫുൾ സോങ് കേൾക്കും. ഒരു നമുക്ക് ഇപ്പോൾ സാഡ് ആണെങ്കിലും ഹാപ്പി ആണെങ്കിലും നമ്മൾ സോങ് കേൾക്കും. അപ്പോൾ ഒരു നല്ലൊരു ഫീലിംഗ് ആണ് കാറിൽ നിന്ന് കിട്ടിയത് ആ സോങ് കേട്ടപ്പോൾ. പിന്നെന്താ, പൊങ്കാല എന്നൊരു സിനിമ എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി സ്പെഷ്യൽ ടു മീ. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ലേൺ ചെയ്യാൻ പറ്റിയൊരു സിനിമയാണ് പൊങ്കാല. അതുപോലെ തന്നെ എടുത്തു പറയണ രഞ്ജിച്ചേട്ടൻ എന്താ പറയുക, നമുക്ക് ഈ സിനിമയ്ക്ക് വേണ്ടി 2 നല്ല സോങ്, 2 5 ഓക്കെ, ഞാനിപ്പോൾ 2 സോങ് കണ്ടിട്ടുള്ളൂ. അതാ ഓക്കെ, 5 സോങ് ഇപ്പം ഞാൻ 2 സോങ് കണ്ടിട്ടുള്ളൂ. അപ്പോൾ നല്ലൊരു അടിപൊളി സോങ് സമ്മാനിച്ചതിന് താങ്ക് യു. അതുപോലെ ബിനിൽ സർ, ഈ സോങ് ഉണ്ടായത് ബിനിൽ സാറിലൂടെയാണ്. അപ്പോൾ അതിന് താങ്ക് യു സോ മച്ച്. പിന്നെന്താ പറയുക, ഒരുപാട് സന്തോഷമുണ്ട് എനിക്കിങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി തന്നതിനും ഇത്ര നല്ലൊരു റോള് ചെയ്യാൻ പറ്റിയതിനും ബിനിൽ സാറിനോടും പിന്നെ പ്രൊഡ്യൂസേഴ്സ് അനിൽ സാർ, എല്ലാവരോടും, ദീപു, എല്ലാവരും, ചിത്തു സർ, താങ്ക് യു സോ മച്ച്. പിന്നെ അനിൽ സാറിനും സൂര്യക്കൊന്നും എത്താൻ പറ്റിയിട്ടില്ല. അപ്പോൾ അവരും ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. ബാസി ആണെങ്കിലും ഭയങ്കര സപ്പോർട്ടീവായി നിന്ന ആൾക്കാരാണ്. അപ്പോൾ എന്താ, സിനിമ ഒരു വലിയ വിജയമാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ സിനിമ കാണാം, സപ്പോർട്ട് ചെയ്യാം. Vipin sir, how was your experience in the car? As usual, he's already explained to them. The same feel I got good feel. ഇപ്പോൾ കുട്ടി പറഞ്ഞ പോലെ തന്നെ നല്ല ഫീലായിരുന്നു. അതെനിക്ക് പ്രത്യേകിച്ച് ഇപ്പോൾ അറ്റ്മോസിൻ്റെ ഒരു എഫക്ട്സ് ഒന്നും നമുക്ക് ചിലപ്പോൾ അവിടെ കിട്ടണമെന്നില്ല, എന്നാലും നന്നായിരുന്നു. ഇറ്റ് വാസ് നൈസ് എക്സ്പീരിയൻസ്. താങ്ക് യു. Some last words. 38ഓളം ട്രാക്സ് ആണ് യൂസ് ചെയ്തത് അറ്റ്മോസിൽ മിക്സ് ചെയ്യാനായിട്ട്. അപ്പോൾ കാറിൽ 4 സ്പീക്കേഴ്സാണ് ആകെ ഉള്ളത്. പക്ഷെ അതിൻ്റെതായ ഒരു കംപ്രഷൻ ഡെഫിനറ്റായിട്ടും അവിടെ കിട്ടും. എങ്കിൽ പോലും ആ ചേഞ്ച്, നമ്മൾ നോർമലി സ്റ്റീരിയോ കൊടുത്ത ഔട്ടിൽ നിന്നും ഒരു വലിയൊരു ചേഞ്ച് കാറിൽ, അതും പറഞ്ഞ പോലെ
ഒരു സാധാരണ സ്പീക്കേഴ്സാണ് അതിലുള്ളത്, ബ്രാൻഡഡ് സ്പീക്കേഴ്സ് പോലും അല്ല. അപ്പോൾ എന്നിട്ട് പോലും വി ഗോട്ട് ദി ഫീൽ, പ്രോപ്പർ ഫീൽ. അതും എസ്പെഷ്യലി ഇൻ വോക്കൽസ്. ഉമേഷ് ബ്രോ, ഐ ലവ് ദി വോക്കൽസ്, ഹൗ യു ട്രീറ്റഡ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നിങ്ങളും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ മഹീന്ദ്രയിൽ. പിന്നെ വേറൊരു കാര്യം, നമ്മുടെ ഈ ഞാൻ ഇപ്പോൾ പറഞ്ഞപ്പോഴാണ് നമ്മൾ പള്ളത്തി മീനെ പോലെ എന്ന് പറഞ്ഞ പാട്ടിൽ പ്രൊഡ്യൂസർ അനിലേട്ടൻ്റെ മോൻ പെർഫോം ചെയ്തിട്ടുണ്ട്, സൂര്യ. ഞാൻ അവനോട് പറഞ്ഞു അതിനെപ്പറ്റി ഞാൻ പറയുന്നുണ്ട് ഓർക്കുന്നു. അപ്പോൾ ആ പാട്ട് ഈ പറഞ്ഞ പോലെ ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാവരും അത് കാണണം. ഇനി മിൻമിനി ചേച്ചി പാടിയ ഒരു പാട്ട് വരുന്നുണ്ട് ഈ പടത്തിൽ. അതിന് കുറച്ച് നല്ല ട്രാക്സ് കൂടെ വരുന്നുണ്ട്. I think the whole idea was, cinema to cars. What Dolby has done for the last 13 and 14 years now is to bring the best-in-class entertainment experiences to cinema. Then 5 years later, it happened into your living room, which is TV. Today, the same experience is available on a mobile phone, which starts with rupees 5,000. In the last 1 year, our journey started with automobile as an industry. The idea was to have every consumer touch point, like how you mix your music, so what you create as magic, and what you do with your beauty has to translate to every consumer touch point, be it cinema, to living room, to mobile, to cars now. So that's the whole idea. It's cinema to cars. And I would request everyone to experience it in the two Mahindra XUV 300. It's only 4-speaker cars, which is bass level audio, has no branded speakers, and it gives you an Atmos experience, exactly what you hear in a cinema. So I'm going to open the floor to questions. If anybody has any questions, please don't ask me too many questions, but you have stars and talent here. Please ask them all the questions. So any questions? Or you want to, at least I want to listen to the song once again before I leave. So that's my personal request. It's so good. If no questions, then let's all enjoy the song once again. I think everyone wants the song. മൂവിയിൽ അങ്ങനെ ആ ഒരു മൂഡ് വേണമെന്ന് പറഞ്ഞിരുന്നോ? മൂവിയിൽ ഇപ്പം ഞാൻ പറഞ്ഞ ഇമോഷൻസ് ഒന്നും പറഞ്ഞിട്ടില്ല. മൂവിയിൽ ബിനിൽ ഭായിക്ക് വേണ്ട മൂഡ് എന്താണെന്ന് എനിക്കറിയാം. കാരണം അതിനുള്ളിലൊരു പറഞ്ഞോ പറയാതെയോ ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന, മൂകമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു ഹാർഡ് കോർ ആയിട്ടുള്ള ഒരു ഇമോഷൻ അതിനുള്ളിൽ ഉണ്ടാവണം എന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. കമ്പോസ് ചെയ്ത് വന്നപ്പോൾ ഞാൻ ട്രാവൽ ചെയ്ത ഇമോഷൻസാണ് ഞാൻ പറഞ്ഞത്. അത് പ്രണയമായാലും പ്രണയ നൈരാശ്യമായാലും സങ്കടമായാലും സന്തോഷമായാലും നിങ്ങളെ ഹീൽ ചെയ്യുന്ന ഒരു ട്രാക്കായിരിക്കും. കാലത്തിന് അതീതമായിട്ട് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അത് ഞാൻ അത്രയും ഇമോഷണലി കണക്ട് ആയതുകൊണ്ടും ഇമോഷണലി ഞാൻ ട്രാവൽ ചെയ്തത് എങ്ങനെയാണെന്ന് എനിക്ക് അറിയുന്നതും കൊണ്ടാണ് ഞാനത് പറഞ്ഞത്. തീർച്ചയായിട്ടും ഫീൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഈ മൂവിയിലാണെങ്കിലും പ്രൊമോഷന് ഇടയ്ക്കാണെങ്കിലും ഒത്തിരി പറയാന്ന് വെച്ചാൽ ഒത്തിരിയധികം ഫൈറ്റുകൾ, അതേപോലെ ഇപ്പം 5 പാട്ടുകൾ. അപ്പം ഇത്രയും ഈ രണ്ട് ഇതും ഇത്രയും കൂടുതലായിട്ട് ഉൾപ്പെടുത്തിക്കൊണ്ട് ചെയ്യാനുള്ള ഒരു കാരണം എന്തായിരുന്നു? അതായത് സിനിമയിൽ പാട്ടും ഫൈറ്റും കൂടുതലായിട്ട് ചെയ്യാനുള്ള കാരണം? അല്ല, അത് ഉണ്ടാക്കിയതല്ല, അത് ഉണ്ടായി വരുന്നതാണ്. ഇപ്പോൾ സ്ക്രിപ്റ്റ് അത് ഡിമാൻഡ് ചെയ്യുന്നുണ്ട്, സ്റ്റോറി ഡിമാൻഡഡ് ആണ്. അപ്പോൾ പല സ്ഥലത്തും എന്താ പറയുക, അൺവാണ്ടഡ് ആയിട്ടുള്ളൊരു ഫൈറ്റും നമ്മുടെ സിനിമയിൽ നിങ്ങൾ കാണില്ല. സോറി, അത് ഈ പറഞ്ഞ പോലെ കഥയ്ക്ക് ആവശ്യമായിട്ടുള്ള സാഹചര്യങ്ങളിൽ വന്നു കയറിയതാണ് സോങ്സും ഫൈറ്റ്സും ഒക്കെ. അപ്പോൾ അല്ലാതെ ഞാനത് പ്ലാൻഡ് ആയിട്ടൊരു ആക്ഷൻ പാക്കായിട്ട് റെഡിയാക്കിയതല്ല, അത് സംഭവിച്ചതാണ്. അതാണ് ഞാൻ പറഞ്ഞത്, എനിക്കറിയില്ല സത്യം കേട്ടോ. എല്ലാവരും എന്നോട് ചോദിച്ചു, ഞാൻ ഈ കഥ പറഞ്ഞ പ്രൊഡ്യൂസേഴ്സൊക്കെ എൻ്റെ അടുത്ത് എപ്പോഴും ചോദിക്കുമായിരുന്നു, ഇത് ബാസി നടക്കൂല, ബാസിയെ കൊണ്ട് നടക്കൂല എന്ന് പറഞ്ഞ കാര്യം. സത്യം, ഞാൻ ഓപ്പൺ ആയിട്ട് പറയാറ്, നടക്കൂല എന്ന് പറഞ്ഞിട്ട് പ്രൊഡ്യൂസർമാരൊക്കെ വിട്ടു പോണിരുന്നു. നടക്കൂല അവനെ കൊണ്ട് സോറി, അങ്ങനെയാണ് എൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ ഞാനത് സ്റ്റിക്ക് ഓൺ ചെയ്യാൻ കാരണം ഞാൻ പറഞ്ഞല്ലോ, ഞാനിത് ചിന്തിക്കുന്ന ആ ഒരു സോങ്ങിൽ നിന്നാണ്. ആ പാട്ട് ഞാൻ പറയാം, ആകാശം, മറ്റേ ഭീഷ്മറത്തിൽ സോങ് ഉണ്ട് ബാസിയുടെ, ആകാശം പോലെ. ആ പാട്ടാണ് എനിക്ക് ഇൻസ്പയർ. അതിനകത്തൊരു ഇവനെങ്ങനെ ഈ സിനിമയിലേക്ക് ശ്രീനാഥ് ബാസി എങ്ങനെ
വന്നു എന്നുള്ളത് എനിക്കിപ്പോഴും അറിയില്ല. എൻ്റെ വിഷ്വലിൽ ഞാൻ എഴുതുന്ന കഥയിലൊക്കെ ബാസി ഉണ്ടായിരുന്നു. സത്യമാണ് ഈ പറയുന്നത്. അല്ലാതെ വേറെ ഒരു ആർട്ടിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ട് ഡേറ്റ് ചോദിച്ചിട്ട് ഞാൻ ക്ലാഷോ അങ്ങനെ ഒരു വിഷയം ഇതിനകത്തില്ല. സ്ട്രെയിറ്റ് ഞാൻ ബാസി അടുത്താണ് ആദ്യമായിട്ട് കഥ പറയുന്നത്. ബാസി ഇത് കേൾക്കുന്നു, അപ്പോൾ തന്നെ നമ്മൾ അഡ്വാൻസ് കൊടുക്കുന്നു. പരിപാടി കഴിഞ്ഞ് പിന്നെ കുറച്ച് ഗ്യാപ്പ് വന്നു, പുള്ളിയുടെ കുറേ ഇഷ്യൂസൊക്കെ വന്നപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ പുള്ളി ഫ്രീ ആയപ്പോഴത്തേക്കും ഷൂട്ട് തുടങ്ങി നമ്മൾ. അങ്ങനെയാണ് അതിൻ്റെ സംഭവം. താങ്ക് യു എവരി വൺ, താങ്ക് യു.